നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 959th day. Today, third sloka of Prathama Skandam, 12th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 959 ദിവസം. പ്രഥമ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം. ഓം തത്സത്. തദിദം ശ്രോതുമിച്ഛാമി ഗദിതും യദി മന്യസേ ബ്രൂഹീന ശ്രദ്ധദാനാനാം യസ്യ ജ്ഞാനം മദാശുഗ. ഓം തത്സത്. തദിദം ശ്രോതുമിച്ഛാമി ഗദിതും യദി മന്യസേ ബ്രൂഹീന ശ്രദ്ധദാനാനാം യസ്യ ജ്ഞാനമദാശുഗ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തദ് ഇദം ശ്രോതും ഇച്ഛാമി ഗദിതും യദി മന്യസേ ബ്രൂഹി ന ശ്രദ്ധദാനാനാം യസ്യ ജ്ഞാനം അദാത് ശുഗ. അതായത് തദ് ഇദം ഇതിനെ അതായത് ഭഗവാന്റെ ഈ കഥത്തെ ഗദിതും പറയണമെന്ന് ഇച്ഛാമി ഇച്ഛിക്കുന്നു, മന്യസേ യതി വിചാരിക്കുന്നുവെങ്കിൽ, ശ്രദ്ധദാനാനാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ന ഞങ്ങൾക്ക്, ശ്രദ്ധദാനാനാം ന ബ്രൂഹീന പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. ശ്രദ്ധദാനാനാം ന ഞങ്ങൾക്ക്, ശ്രോതും കേൾപ്പാനായിക്കൊണ്ട്, ബ്രൂഹി പറയണമേ, യസ്യ യാതൊരുത്തന്, ജ്ഞാനം അറിവിനെ, ശുഗബ്രഹ്മർഷി ശുഗർ അദാത് ദാനം ചെയ്തു. ഇങ്ങനെയാണ് പദങ്ങളുടെ അർത്ഥം. അതായത് ഏത് ഋഷിയാണ്, രാജർഷി, ഏത് ശുഗബ്രഹ്മർഷിയാണല്ലോ ആ അദ്ദേഹത്തിന് ജ്ഞാനം ഉപദേശിച്ചത്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മഹാനാണെന്നും അദ്ദേഹത്തിൻ്റെ ചരിതം മഹത്തരമാണെന്നും ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ സംഗതികളെ, അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കുവാൻ വേണ്ടി, പറയുവാൻ വിരോധമില്ലെങ്കിൽ കേൾപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് പറയുകയാണ്. അതായത് ഈ 3 ശ്ലോകത്തിലും കൂടി പറയുന്നത് ആ ഉത്തരയുടെ ഗർഭത്തിൽ വെച്ച് ഹനിക്കപ്പെട്ട ശിശുവിനെ വീണ്ടും ഭഗവാന്റെ ആ ഗർഭത്തിൽ പ്രവേശിച്ച് ആ ശിശുവിന് ജനിക്കാവുന്നത് വരെ ഭഗവാൻ തന്നെ ആ ശിശുവിനെ ജനിപ്പിച്ചു. അനിച്ച ശിശുവിനെ ഭഗവാന്റെ കഴിവുകൊണ്ട് ഭഗവാൻ ജീവിപ്പിച്ചു. അത്രയ്ക്കും മഹത്തായ ശിശുവായിരിക്കണം അത്. മഹാബുദ്ധിമാനും മഹാത്മാവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഥ, അദ്ദേഹം എങ്ങനെ ജീവിച്ചു, അദ്ദേഹം എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു, എപ്രകാരമാണ് അദ്ദേഹം മരിക്കാനിടയായത് എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. അദ്ദേഹത്തിന് ജ്ഞാനം നൽകിയത് ശ്രീശുക ബ്രഹ്മർഷിയല്ലയോ? അതുകൊണ്ട് തന്നെ അദ്ദേഹം ആത്മജ്ഞാനം ഉപദേശിച്ചത് ശ്രീശുക ബ്രഹ്മർഷിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അപ്രകാരം ആ രാജർഷിക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം മഹാത്മാവും മഹാനുമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ആ മഹച്ചരിതം ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് അപേക്ഷിക്കുകയാണ് ഈ ശൗനകാദി മഹർഷിമാർ സൂതപൗരാണികനോട്. ഓം തത്സത്.
ശ്ലോകം ഒരിക്കൽ കൂടി. തദിദം ശ്രോതുമിച്ഛാമി ഗതിതും യതി മന്യസേ ബ്രൂഹീന ശ്രദ്ധധാനാനാം യസ്യ ജ്ഞാനം മദാച്യുഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.